ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻമുട്ട വെച്ച് തയ്യാറാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഈ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ കയ്യിലുള്ള സാധാരണയായിട്ടുള്ള ചേരുവകൾ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ട് എല്ലാവരെയും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ചില പ്രിപ്പറേഷൻസ് ഇല്ലേ, അതുപോലൊരു പ്രിപ്പറേഷൻ തന്നെ നമുക്കിതൊന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ട് മീൻമുട്ട ഫ്രൈ തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മീൻമുട്ട നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതൊന്നല്ല. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നെയ്മീൻ്റെ മുട്ട വെച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ. അപ്പോൾ നമ്മുടെ മീൻ മുട്ട ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 3/4 കിലോ അടുപ്പിച്ച് നെയ്മീൻ്റെ മുട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 6-7 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ചതച്ച ആ ഒരു മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി കൂടി പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു കളറ് കിട്ടും. പിന്നെ കുരുമുളക് കിട്ടുമ്പോൾ അതിനൊരു എരിവും കിട്ടും. ഇതിലേക്ക് നമുക്ക് 3 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി ഞാൻ കുറച്ച് നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ ഒരു 4 പീസ് ഇതിൽ ചേർക്കാൻ പോവുകയാണ്. അതിൻ്റെ വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ നോക്കിയിട്ട് പിന്നെ ചേർക്കാവുന്നതാണ്. കുറച്ച് തേങ്ങ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ ഇതിൽ ചേർത്തു. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ഇതിൽ പെരണ്ട് വരുന്നത് വരെ ഈ ഒരു മസാലയിൽ കിടന്നാണ് ഈ ഒരു ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വെന്ത് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, പൊട്ടിച്ചിടരുത്. ഇതിനെ നമ്മളിങ്ങനെ അങ്ങനെ വെച്ചാണ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. 10 മിനിറ്റ് ആയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ബബിൾസ് വരുന്നത് പോലെ കുറച്ചൊന്ന് ഹൈ ഹീറ്റ് വേണം കൊടുക്കാനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നല്ല തീ കൂട്ടി വെച്ച് ബബിൾസ് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് സമയം കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. നല്ലപോലെ തന്നെ ബബിൾസൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. കുറച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് പൊടിച്ച് കളയൊന്നും ചെയ്യരുതേ. എന്നിട്ട് വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇങ്ങനെ കിടന്നത് വറ്റട്ടെ. ഇപ്പോൾ ചെറുതിയിൽ നമ്മൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, പൊട്ടിപ്പോകരുതേ. ആ ഒരു രീതിയിൽ ചെയ്യണം. നല്ല കട്ടിയായിട്ടിരിക്കും. എങ്ങനെ അങ്ങ് വറ്റി വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ സ്പാച്ചിലയോ അതുപോലെ എന്തെങ്കിലും വെച്ച് ചട്ടകോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യണേ, പൊടിഞ്ഞു പോകരുത്. ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഇത് എളുപ്പം അങ്ങ് ഡ്രൈ ആവും. നമ്മളെല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എല്ലായിടം ഇവിടെ അപ്പോൾ നല്ലപോലെ തന്നെ ഇതിൽ പുളിയും ഉപ്പും എല്ലാം പിടിച്ച് കയറിയിട്ടുണ്ട്. നമ്മളതുകൊണ്ടാണ് നല്ല ഓയിലും അതുപോലെ വെള്ളമൊക്കെ ചേർത്ത് വറ്റിച്ചെടുത്തത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. ഇനി ഞാൻ ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചെടുക്കുകയാണ്. ഒരു 12 വെളുത്തുള്ളി കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് ചതച്ചെടുക്കാം.
അടിഘനമുള്ള പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമുക്ക് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 4 വറ്റൽ മുളക് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം. ഇതിലേക്ക് നമ്മൾ വറ്റിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ മീൻ മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കിടന്നാണ് ഇത് മൊരിഞ്ഞ് വരേണ്ടത്. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൽ കിടന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. നല്ല പോലെ മൊരിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ മീൻമുട്ട ഫ്രൈയുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നല്ല പോലെ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കാം കേട്ടോ. എല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ടേ. അപ്പം ഈ ഒരു സംഭവം ഫ്രൈ വന്നിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. സംഭവം കിട്ടാനാണ് ബുദ്ധിമുട്ട്. പിന്നെ നല്ല വിലയുണ്ട് മീൻമുട്ട, എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് നെയ്മീൻ്റെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മീൻമുട്ട അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഫ്രൈ ചെയ്ത് നമ്മൾ തയ്യാറാക്കിയ മീൻമുട്ട എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും മീൻസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം, ഡിന്നറിന് അതുപോലെ ലഞ്ചിന് എന്തിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും സമയം കിട്ടുമ്പം മീൻമുട്ട കിട്ടുമ്പോഴേ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.